ജീവന്റെ ദാതാവായ ദൈവം ഒരു ദിവസം കൂടി നമ്മെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. എല്ലാറ്റിനെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് മക്കളുടെ പഠന മേഖലയിൽ ആഗ്രഹിച്ചതുപോലെ ഒരു ഉയർച്ച കിട്ടിയില്ല, മനോവിഷമത്തില് ആയിരിക്കുന്നൊരു മകനാണോ മകളാണോ? ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യെശയ്യാ പ്രവാചന പുസ്തകം 54-ാം അധ്യായത്തിന്റെ 13-ാം തിരുവചനം, കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. ഇത് ദൈവത്തിന്റെ വാക്കുകളാണ്. നമ്മുടെ മക്കളെ പഠിപ്പിക്കുവാൻ, അവർക്ക് ആയുസ്സും ആരോഗ്യം ശ്രേയസ്സും വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 51-ാം അധ്യായത്തിൽ 23-ാം തിരുവചനം, അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ ദൈവത്തിന്റെ അടുക്കൽ വരട്ടെ, അവർ ദൈവത്തിന്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. ഇത് ദൈവത്തിന്റെ വചനമാണ്. ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ എല്ലാ നിധികളുടെയും അനുഗ്രഹത്തിന്റെ സമ്പത്ത് യേശു ക്രിസ്തു വഴി നമുക്ക് പ്രദാനം ചെയ്യുന്നവനാണ്. നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ എല്ലാ മേഖലകളെയും ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണെന്ന്.